അവരെ സഹകരിപ്പിക്കുക, അവരെ കൂടെ നിർത്തുക എന്നുള്ളതിനപ്പുറത്ത് എങ്ങനെ അവരെ ശത്രുപക്ഷത്താക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ പലപ്പോഴുമുള്ള നോട്ടം. അതാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് ചെന്നെത്തുന്നത്, അല്ലെങ്കിൽ ഒട്ടും സ്വീകാര്യമല്ലാത്ത പതനങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത്. ചില രാഷ്ട്രീയക്കാരുടെ പ്രത്യേകതയാ, ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് വിരട്ടി നിർത്താൻ നോക്കും. അതാണ് പലരുടെയും ഒരു ശീലം. എന്ന് വെച്ചാൽ രാഷ്ട്രീയ അധികാരം കൈയാളുന്നത് ഈ നേതാക്കളാണല്ലോ, മന്ത്രിമാരാണല്ലോ, ജനപ്രതിനിധികളാണല്ലോ. അപ്പൊ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് വിരട്ടി നോക്കും. പക്ഷെ എല്ലാവരും അതില് വീണെന്ന് വരത്തില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ IAS-ലും IPS-ലും ഒക്കെ വരുന്ന ഉദ്യോഗസ്ഥന്മാര് ഇവര് രാത്രി പകലാക്കി ഉറക്കമുളച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ പാസ്സായി ജയിച്ച IAS-ഉം IPS-ഉം ഒക്കെ കിട്ടി വരുന്നവരാ. അവർക്ക് നല്ല ആത്മാഭിമാനമുണ്ട്, അഭിമാന ബോധമുള്ളവരാ. അവർ വന്ന വഴികളെ കുറിച്ച് അറിയാം. അല്ലാതെ മറ്റു പലരെയും പോലെ പോസ്റ്റ് ഒട്ടിച്ചും ചുവരെഴുതിയും എതിരാളികളെ തല്ലിയും കൊന്നും ബസ്സിന് തീ വെച്ചും അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നു ഒന്നും നേതാവായവരോ അധികാര സ്ഥാനങ്ങളിൽ വന്നവരോ അല്ല. അതുകൊണ്ട് തന്നെ ഈ ജനകീയ സർക്കാരിന്റെ അധികാരങ്ങളൊക്കെ അവർ സമ്മതിച്ചു കൊടുക്കും ഒരു പരിധി വരെ. പരിധി കഴിഞ്ഞാൽ ചിലര് പറ്റത്തില്ല എന്ന് പറയും. ഇത് ശരിയല്ല സാറേ എന്ന് പറയും. ഇങ്ങനെയല്ല കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് പറയും. അപ്പൊ ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭരണകർത്താവാണെങ്കിൽ അത് മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് തെറ്റു വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കും.